Let's take a look at how to edit a video and replace the background. So without further ado, let us jump right into the video. ആദ്യം നമുക്ക് വീഡിയോ എഡിറ്റ് ചെയ്യാനും ബാക്ക്ഗ്രൗണ്ട് മാറ്റാനും പഠിക്കാം. അതിനായി നമ്മൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഹായ് ഫ്രണ്ട്സ്, നമുക്കിന്ന് പുതിയ ആൾക്കാർക്ക് വേണ്ടിയാണ് ഈ വീഡിയോ. ചാനൽ തുടങ്ങി കുറച്ച് നാളായ ആൾക്കാർക്ക് പലരും ആവശ്യപ്പെട്ടതിൻ്റെ പേരിലാണ് നമ്മൾ ഈ വീഡിയോ ഇടുന്നത്. മെസ്സേജിൽ എനിക്ക് പലരും കിട്ടും ഇൻഷോട്ടിനെ പറ്റി ഉള്ള വീഡിയോ ഇടണമെന്ന് പറഞ്ഞ് വാട്സാപ്പ് മെസ്സേജിൽ. അപ്പോൾ നമുക്ക് വീഡിയോ എഡിറ്റിങ് ആദ്യം പഠിക്കുന്നത് നമുക്ക് മൊത്തം ഒന്നിച്ച് ചേർക്കാൻ പറ്റില്ല. അപ്പോൾ ആദ്യം നമ്മൾ പഠിക്കാൻ പോകുന്നത് വീഡിയോ ഒരു ബാക്ക്ഗ്രൗണ്ട് ഇട്ടൊരു വീഡിയോ ചെയ്യുന്നത് എങ്ങനെയാണ്, അതിൻ്റെ ക്ലിപ്പിനെ പറ്റിയും കാര്യങ്ങളൊക്കെയാണ്. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അതിനായിട്ട് നമ്മൾ നമ്മുടെ ഇൻഷോട്ട് ഓപ്പൺ ചെയ്യുന്നു. ഇൻഷോട്ട് ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് വരുന്നൊരു പേജ് ഇങ്ങനെയാണ്, വീഡിയോ ഫോട്ടോ കോളേജ്. അപ്പോൾ നമുക്ക് വീഡിയോ എഡിറ്റ് ചെയ്യാനായിട്ട് നമുക്ക് വീഡിയോയിലേക്ക് കയറാം. വീഡിയോ തൊട്ട് കഴിയുമ്പോൾ ഇവിടെ ന്യൂ എന്നൊരു ഓപ്ഷൻ കാണാം. താഴോട്ടുള്ളത് നമ്മൾ ഓൾറെഡി ചെയ്ത് ഡീറ്റെയിലുകളാണ് ഈ കിടക്കുന്നത്. അപ്പോൾ അത് നമ്മൾ 3 സെക്കൻഡിൽ കിടക്കുന്നത് തമ്പനിയിലാണ്. നമുക്ക് ഇതിനകത്ത് തമ്പനിയിൽ ആപ്പില്ലാതെ ഇതിനകത്ത് തന്നെ നമുക്ക് തമ്പനിയിലും ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ നമുക്ക് ന്യൂ എന്നുള്ള ഓപ്ഷനിൽ നമുക്കതിലേക്ക് കയറാം. അവിടെ കയറി കഴിയുമ്പോൾ നമ്മളിവിടേക്ക് എത്തിക്കഴിഞ്ഞു. നമുക്കിവിടുന്ന് ഒരു ഫോട്ടോസ് എടുക്കാം. ഫോട്ടോസിൽ നമുക്ക് ഫോട്ടോ എന്തിനാണെന്ന് ചോദിച്ചാൽ നമുക്ക് ഒരു ബാക്ക്ഗ്രൗണ്ട് ഇടാൻ വേണ്ടിയാണ്. നമ്മുടെ വീഡിയോയുടെ ഫുൾ വീഡിയോ വരുന്നതിൽ ഒരു ബാക്ക്ഗ്രൗണ്ട് ഇടാൻ വേണ്ടിയാണ്. നമുക്കത് ഏതും യൂസ് ചെയ്യാം. ഞാനിപ്പം ഇതിനകത്ത് GTC എന്നുള്ളത് യൂസ് ചെയ്യുകയാണ്. ഇപ്പം നമുക്കിവിടെ ഇൻഷോട്ടിനകത്ത് ഇവിടെ വന്നു കഴിഞ്ഞാൽ GTC എന്നുള്ള വന്നു കഴിഞ്ഞു. ഇനി നമുക്ക് ആദ്യം ചെയ്യാനുള്ളത് ഇതിൻ്റെ ലെങ്ത്ത് വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ്. കാരണം നമുക്കൊരു വീഡിയോസ് ലാസ്റ്റ് വരെ പോകാനായിട്ട്, അതായത് അവസാനം വരെ ആ വീഡിയോ ബാക്ക്ഗ്രൗണ്ട് നിൽക്കാൻ വേണ്ടി നമ്മളിതിൻ്റെ ലെങ്ത്ത് വർദ്ധിപ്പിക്കുകയാണ്. അപ്പോൾ അത് നമുക്ക് നമുക്ക് താഴെ കാണുന്ന അതിൻ്റെ GTC എന്നുള്ള ആ ഒരു നമ്മൾ ലോഡ് ചെയ്ത് ബാക്ക്ഗ്രൗണ്ടിൽ തൊട്ടതിന് ശേഷം നമുക്കിത് ഇങ്ങനെ കുറേശ്ശെ നീട്ടാനും പറ്റും. നമുക്ക് ഒത്തിരി വീഡിയോ ആണെന്നുണ്ടെങ്കിൽ നമ്മളിങ്ങനെ ഇച്ചിരി പ്രസ് ചെയ്ത് ഭാഗത്തോട്ട് പിടിച്ചു കഴിഞ്ഞാൽ നമുക്കിവിടെ എത്ര മിനിറ്റ് വേണം, നമ്മുടെ വീഡിയോ എത്ര ലെങ്ത്താണ് എന്ന് നോക്കിയിട്ട് വേണം നമ്മളിത് കൊടുക്കാൻ. ഇല്ലെങ്കിലും കുഴപ്പമില്ല, നമുക്കത് ബാക്ക്ഗ്രൗണ്ട് കട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. ഓക്കെ, ഇപ്പം നമ്മളിവിടെ ബാക്ക്ഗ്രൗണ്ട് ഓക്കെ ആക്കിയിട്ടുണ്ട്. അപ്പോൾ അതിനുശേഷം ഇതിലേക്കൊരു വീഡിയോ എങ്ങനെയാണ് നമ്മൾ ആഡ് ചെയ്ത് സൈഡിൽ കൊടുക്കുന്നത്, ഇത് നമ്മുടെ ഇഷ്ടത്തിന് നമുക്ക് വീഡിയോ കൊടുക്കാൻ പറ്റും. അതിനകത്ത് നമുക്ക് ഈ പിപ്പ് എന്നുള്ള ഓപ്ഷനിൽ നമുക്ക് കയറാം. ഇപ്പോൾ പിപ്പ് എന്നുള്ള ഓപ്ഷനിൽ നമ്മൾ കയറി ഇപ്പം മേളിൽ ഫോട്ടോയാണ് കാണുന്നത്, നമ്മൾ വീഡിയോയിലേക്ക് മാറ്റി കഴിഞ്ഞിട്ട് നമുക്ക് ഇപ്പം ബാക്ക്ഗ്രൗണ്ട് ഉള്ള ഒരു വീഡിയോ തന്നെ നമുക്ക് ഇവിടെ എടുക്കാം. ഇപ്പം നിങ്ങൾക്കിവിടെ കാണാൻ പറ്റും ഇതിൻ്റെ പിന്നിൽ ബാക്ക്ഗ്രൗണ്ട് ഉള്ളതുകൊണ്ട് നമ്മുടെ ഇതിൻ്റെ പിന്നിൽ ബാക്ക്ഗ്രൗണ്ട് ഉള്ളതുകൊണ്ട് ഈ ഫോട്ടോയിൽ തന്നെ ബാക്ക്ഗ്രൗണ്ട് ഉള്ളതുകൊണ്ട് നമ്മുടെ അതിൻ്റെ പിന്നിലുള്ള ബാക്ക്ഗ്രൗണ്ട് മറയ്ക്കും. അപ്പം നമുക്ക് ആ ബാക്ക്ഗ്രൗണ്ടാണ് കളയാനുള്ളത്. അപ്പോൾ നമ്മൾ അതിനായിട്ട് നേരെ കട്ടൗട്ടിലേക്ക് ആദ്യം നമ്മൾ ക്രോപ്പ് ചെയ്യണം. ഇത് നമുക്ക് ആവശ്യമില്ലാത്ത ഭാഗങ്ങൾ നമ്മൾ ക്രോപ്പ് ചെയ്യുന്നു. ഇപ്പോൾ ഇത്രയും ഭാഗം നമ്മൾ ഇത് ക്രോപ്പ് ചെയ്യുകയാണ്. ഇതിപ്പോൾ നമ്മൾ ക്രോപ്പ് ചെയ്തു. ഓക്കെ, അപ്പം നമ്മൾ ഫ്രീ ഫ്രെയിമാണ് നമുക്കിവിടെ ആദ്യം കാണുന്നത്. നമ്മൾ ഫ്രീ ഫ്രെയിമിലിട്ടാണ് ഇങ്ങനെയുള്ള വീഡിയോ ചെയ്യേണ്ടത്. കാരണം അതായത് ഇങ്ങനെ നമ്മൾ പിപ്പ് ചെയ്യുന്ന വീഡിയോകൾ നമ്മൾ ഫ്രീ ഫ്രെയിമിലിട്ട് വേണം ചെയ്യാൻ. കാരണം നമുക്കിവിടെ ഷോർട്സിൻ്റെ കാണാം നമ്മുടെ 9:16. അപ്പോൾ അത്ര ഇടുമ്പോൾ നമുക്ക് ആ ഷോർട്സിൻ്റെ അത്ര നീളം കട്ടാവത്തുള്ളൂ. ഇതുകൊണ്ട് നമ്മൾ ഇതിൽ കട്ടാവാൻ പാടാണ്. അപ്പോൾ അത് ഷോർട്സിൻ്റെ രീതിയിലായിരിക്കും കട്ടാവുന്നത്. അവിടെ നമുക്ക് പിപ്പ് ചെയ്യാനുള്ളതുകൊണ്ട് നമുക്ക് അതിൻ്റെ ആവശ്യമില്ല. അപ്പോൾ നമ്മുടെ ഫ്രെയിം സെലക്ട് ചെയ്യുന്നതാണ് ഈ വന്നേക്കുന്നത്. ഇതിനകത്ത് നമുക്ക് യൂട്യൂബിൻ്റെ ആണ് 9:16. അതുപോലെ തന്നെ നമുക്കിവിടെ 16:9 റേഷ്യോ കാണാം. ഇത് ലോങ് വീഡിയോയുടെയാണ്. ലോങ് വീഡിയോയ്ക്ക് നമ്മളിതാണ് സെലക്ട് ചെയ്യേണ്ടത്. അപ്പം നമുക്കിത് ഫ്രീ ഫ്രെയിമിലിട്ട് കട്ട് ചെയ്യുന്നതാണെന്നല്ല, കാരണം നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ നമുക്കത് കട്ട് ചെയ്തെടുക്കാൻ പറ്റും. കാരണം നമുക്കത് പിപ്പ് വീഡിയോ ആയതുകൊണ്ട് നമുക്ക് അതാണ് നല്ലത്. അപ്പോൾ നമ്മൾ ഇത്രയും ഇത് കട്ട് ചെയ്യുന്നു. അപ്പോൾ കട്ട് ചെയ്യുന്നതിൻ്റെ അളവടക്കം നമുക്കവിടെ കാണിക്കും. 573
പ്ലസ് 814 നമ്മുടെ വീതിയും നീളവും എല്ലാമാണ് ഈ കാണിക്കുന്ന വീഡിയോയുടെ. അത് നമ്മൾ എത്ര വരുന്നോ അതനുസരിച്ച് ഇവിടെ കണക്ക് മാറും നമുക്ക് കാണാം. അപ്പോൾ നമ്മൾ ഇത്രയും കട്ട് ചെയ്യുകയാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞല്ലോ ഫ്രീ ഫ്രെയിം ചെയ്യുന്നതാണ് ഇത് നല്ലത്. ഓക്കെ, അതിനുശേഷം നമ്മൾ ടിക്ക് മാർക്ക് കൊടുക്കുന്നു. ഇപ്പോൾ അത്രയും ഭാഗം നമുക്ക് കട്ടായിട്ടുണ്ട്. ഓക്കെ, നമുക്കിവിടെ കാണാം. ഇതൊന്ന് ചെറുതാക്കാനായിട്ട് നമ്മുടെ ഈ നമ്മളിപ്പം പിപ്പിൽ കട്ട് ചെയ്ത് നിർത്തിയേക്കുന്ന വീഡിയോയുടെ റൈറ്റ് സൈഡിലായിട്ട് താഴെ നമുക്ക് കാണാം 2 ആരോ പോലെ. അത് തൊട്ട് കഴിഞ്ഞാൽ നമുക്ക് വലുതാക്കാനും ചെറുതാക്കാനും പറ്റുന്നതാണ്. അപ്പോൾ ഇനി നമുക്ക് ചെയ്യേണ്ടത് നമ്മുടെ പിന്നിലെ ബാക്ക്ഗ്രൗണ്ട് ഇത് മറയ്ക്കുന്നുണ്ട്, ഈ വൈറ്റ് സ്ക്രീൻ. അപ്പോൾ നമുക്ക് അത് ഒഴിവാക്കാനാണ്. അത് ഒഴിവാക്കാനായിട്ട് നമുക്ക് ചെയ്യേണ്ടത് ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ടോ, കട്ടൗട്ട്. നമ്മൾ ആ കട്ടൗട്ടിലേക്ക് തൊടുകയാണ്. അപ്പോൾ കട്ടൗട്ടിൽ തൊട്ട് കഴിയുമ്പോൾ നമുക്കിവിടെ കട്ടൗട്ട് ഓപ്പൺ ആയിട്ടുണ്ട്. നമുക്ക് ക്രോമായിട്ട് അത് ചെയ്യാൻ പറ്റും. അതായത് നമുക്ക് കുറേശ്ശെ കളയാൻ പറ്റും. പക്ഷേ കട്ടൗട്ടിനകത്ത് ഇടത്ത് സൈഡിൽ കാണുന്ന കട്ടൗട്ടിൽ കയറി കഴിഞ്ഞാൽ നമുക്ക് ഫുള്ളായിട്ട് അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് മാറിക്കിട്ടും. ഓക്കെ, കട്ടൗട്ട് ഓക്കെ ആയി. ഇപ്പം നമ്മൾ ടിക്ക് മാർക്ക് കൊടുക്കുന്നു. ഓക്കെ, ഇപ്പം നമുക്ക് നമ്മുടെ ആ ബാക്ക്ഗ്രൗണ്ട് മാറി. ഇപ്പം നമുക്ക് GTS എന്നുള്ളത് കാണാനോ ഈ വീഡിയോ എങ്ങോട്ട് വേണമെങ്കിലും നമുക്ക് മാറ്റി വെക്കാൻ പറ്റും. ഇപ്പം നമുക്കിതൊരു കോർണറിലായിട്ട് കൊടുത്ത് നോക്കാം. അപ്പോൾ ഈ കോർണറിൽ ഞാൻ കൊടുക്കുന്നു. ഓക്കെ, അപ്പോൾ അതിനുശേഷം നമ്മൾ പ്ലേ ചെയ്ത് നോക്കുന്നു. Let's take a look at how to edit a video and replace the background. So without further ado, let us jump right into the video. ആദ്യം നമുക്ക് വീഡിയോ എഡിറ്റ് ചെയ്യാനും ബാക്ക്ഗ്രൗണ്ട് മാറ്റാനും പഠിക്കാം. അതിനായി നമ്മൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് പഠിക്കാം എന്നുള്ളത് കൊണ്ട് ഞാനിവിടെ ഇത് എന്തിനാണെന്ന് വെച്ചാൽ നമുക്ക് എങ്ങനെയാണ് ഈ വീഡിയോ കട്ട് ചെയ്യുന്നത് എന്ന് ബാക്കിയുള്ള നമുക്ക് ആവശ്യമില്ലാത്ത ഭാഗം കട്ട് ചെയ്യുന്നത് കാണിക്കാനാണ്. അപ്പോൾ നമ്മളിവിടെ കട്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ താഴെ കാണുന്ന നമ്മുടെ വീഡിയോ, ആ വീഡിയോയിലൊന്ന് തൊട്ട് കഴിയുമ്പോൾ നമുക്കൊരു ഫ്രെയിം വരുന്ന കാണാം. അപ്പോൾ നമുക്ക് ഇവിടെ വെച്ചാണ് കട്ട് ചെയ്യേണ്ടത്. അപ്പോൾ ആ കട്ട് ചെയ്യേണ്ട ഭാഗത്ത് നമുക്ക് ചെയ്യേണ്ടത് ഇവിടെ പ്ലിറ്റ് എന്ന് നേരെ കാണാം. ആ പ്ലിറ്റിൻ്റെ ലൈനാണ് നമുക്ക് ഈ കാണുന്നത്. നമുക്ക് എവിടെ വെച്ച് കട്ട് ചെയ്യണമെങ്കിൽ ഈ ലൈനിൽ കൊണ്ടുവന്നെങ്കിൽ ഈ വൈറ്റ് ലൈൻ കാണുന്ന അതിൽ കൊണ്ടുവന്നേരെ കട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം നമ്മൾ നേരെ പ്ലിറ്റിൽ കൊടുക്കുന്നു. പ്ലിറ്റിൽ കൊടുത്തപ്പോൾ നമുക്കിവിടെ കാണാം അത്രയും ഭാഗം കട്ടാകാനായിട്ട് ഓക്കെ ആയിട്ടുണ്ട്. അത് നമുക്കിനി വേറെ വീഡിയോ ആക്കി നമുക്കിപ്പോൾ 2 മ്യൂസിക് ആഡ് ചെയ്യാനാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ പ്ലിറ്റ് കൊടുത്തെങ്കിൽ മാത്രമേ നമുക്ക് ആ വീഡിയോ അവിടുന്ന് ഒന്ന് ലോങ് പ്രസ് ചെയ്ത് ഇങ്ങോട്ട് മാറ്റി കഴിഞ്ഞാൽ ആ വീഡിയോ നമ്മൾ കട്ട് ചെയ്ത വീഡിയോ തനിയെ മാറ്റാൻ പറ്റും. ഓക്കെ, അതുപോലെ തന്നെ ഈ കട്ട് ചെയ്ത വീഡിയോ നമുക്ക് കളയണമെന്നുണ്ടെങ്കിൽ നമ്മളതിൽ ഒന്ന് തൊട്ട് കഴിഞ്ഞാൽ അവിടെ നമുക്ക് കാണാൻ പറ്റും അത് കട്ട് ചെയ്യാനുള്ള ഫ്രെയിം അവിടെ വന്നിട്ടുണ്ട്. അതിനുശേഷം നേരെ മേളിലുള്ള ഡിലീറ്റ് ബട്ടൺ കൊടുത്തു കഴിഞ്ഞാൽ അത്രയും ഭാഗം കട്ടായിപ്പോവും. അപ്പോൾ ഇങ്ങനെയാണ് വീഡിയോ കട്ട് ചെയ്യുന്നത്. നടുക്കൊന്നും നമുക്ക് ഈ വീഡിയോയുടെ നടുക്കൊന്ന് കട്ട് ചെയ്യണമെങ്കിലും നമുക്കത് കട്ട് ചെയ്യാൻ പറ്റും. ഇപ്പം നമുക്ക് അത് ഒന്ന് കട്ട് ചെയ്ത് നോക്കാൻ വേണ്ടി, കട്ട് ചെയ്യേണ്ട കാര്യമില്ല, എന്നാലും നമുക്ക് പഠിക്കാൻ വേണ്ടി നമ്മൾ കട്ട് ചെയ്യുകയാണ്. അപ്പോൾ ഇത്രയും ഭാഗമാണ് നമ്മളിവിടെ പ്ലിറ്റ് കൊടുത്തു. ഓക്കെ, ഇപ്പോൾ ഇതിൽ നിന്ന് കുറച്ച് ഭാഗമാണ് നമുക്ക് കളയേണ്ടതെടുക്കുന്നത്. അപ്പം നമ്മൾ എവിടെയാണ് കളയേണ്ടത് അവിടെ കുറച്ച് ഇങ്ങോട്ട് നീക്കുക. അപ്പോൾ ഓൾറെഡി ഒരു പ്ലിറ്റ് അവിടെ വീണിട്ടുണ്ട്. നമ്മൾ വീണ്ടും പ്ലിറ്റിൽ കൊടുക്കുന്നു. എന്നിട്ട് നമ്മളിപ്പം മാർക്ക് ചെയ്തേക്കുന്ന നടുവാശമാണ് നമ്മൾ ലാസ്റ്റ് ഭാഗമാണ് ഇപ്പോൾ ബോക്സ് കാണിക്കുന്നത്. നമ്മൾ ഇടത്ത് സൈഡിലായിട്ടൊന്ന് തൊട്ട് കഴിയുമ്പോൾ നമ്മൾ മാർക്ക് ചെയ്ത ആ 2 ഭാഗങ്ങളും അവിടെ വരും. അവിടെ നിന്ന് ഡിലീറ്റ് കൊടുത്തു കഴിഞ്ഞാൽ നടക്കുന്ന ആ വീഡിയോ പോവുകയും ചെയ്യും. അതുപോലെ തന്നെ നമ്മൾ ഈ ലോങ് പ്രസ് ചെയ്ത് ഇപ്പോഴത്തെ വീഡിയോ തൊട്ട് കഴിഞ്ഞാൽ അത് നമുക്ക് ഇതിനോട് ചേർത്ത് വയ്ക്കാവുന്നതാണ്. ഓക്കെ, ഇപ്പോൾ അത് ഒന്നിച്ചായി. ഇനി നമുക്കൊന്ന് പ്ലേ ചെയ്ത് നോക്കാം. Let's take a look at how to edit a video and replace the background. So without further ado, let us jump. ആദ്യം നമുക്ക് വീഡിയോ എഡിറ്റ് ചെയ്യാനും ബാക്ക്ഗ്രൗണ്ട് മാറ്റാനും പഠിക്കാം. ഓക്കെ, അപ്പോൾ ഇത്രയും റെഡിയായി. അപ്പം നമുക്ക് ഇനി ബാക്ക്ഗ്രൗണ്ട് നമ്മൾ കൂടുതൽ കിടക്കില്ലേ, അപ്പം നമുക്ക് ആ ബാക്ക്ഗ്രൗണ്ട് കളയാൻ വേണ്ടി നമ്മൾ ആ വീഡിയോയുടെ എൻഡ് എത്രയാണോ അവിടം വരെ എടുക്കുക. ഓക്കെ, ആ എൻഡിലെടുത്തു. എന്നിട്ട് നമ്മൾ ഓക്കെ കൊടുക്കുന്നു. ഓക്കെ കൊടുത്തു കഴിയുമ്പോൾ നമുക്കിവിടെ കാണാൻ പറ്റും നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് ബാക്കി കിടക്കും നമുക്കിവിടെ കാണാൻ പറ്റും. ഇതാണ് ബാക്ക്ഗ്രൗണ്ട്. അപ്പം നമ്മളെ താഴെ ബ്ലൂ ലൈൻ കാണുന്നത് നമ്മുടെ വീഡിയോയാണ്. അപ്പോൾ ആ വീഡിയോയുടെ നേരെ വെച്ചിട്ട് നമ്മൾ ഈ ബാക്ക്ഗ്രൗണ്ടിൽ ഒന്ന് പ്രസ് ചെയ്യുന്നു. അപ്പം നമുക്കവിടെ നമുക്ക് ഓപ്പറേറ്റ് ചെയ്യാനുള്ള കോളം വന്നിട്ടുണ്ട്. നമുക്കിവിടെ ഇനിയും പ്ലിറ്റാണ് കൊടുക്കേണ്ടത്. കാരണം ഇവിടെ നമുക്ക് ബാക്ക്ഗ്രൗണ്ട് അങ്ങോട്ട് വേണ്ട, നമ്മുടെ വീഡിയോസ് അവിടെ വെച്ച് തീരുകയാണ്. അപ്പോൾ നമ്മൾ അതിനു വേണ്ടി വീണ്ടും
പ്ലിറ്റിൽ പ്രസ് ചെയ്യുന്നു. പ്ലിറ്റിൽ പ്രസ് ചെയ്ത് കഴിയുമ്പോഴത്തേന് ഇത്രയും ഭാഗം നമുക്ക് അത് വേറെയായി. അത് ഞാൻ തൊട്ട് കാണിക്കാം. ഇപ്പോൾ ഇത്രയും ഭാഗം നമ്മുടെ വേറെ ആയിട്ടുണ്ട്. ഇനിയിപ്പം നമുക്കിത് കട്ട് ചെയ്ത് കളയാണ്. കാരണം നമ്മുടെ വീഡിയോയുടെ ലെങ്ത് അവിടം വരെ ഉള്ളൂ. അപ്പം നമുക്ക് കട്ട് ചെയ്യാണ്ട് വീണ്ടും പ്ലിറ്റ് കൊടുത്തിട്ട് നമ്മൾ ഡിലീറ്റ് കൊടുത്തു കഴിഞ്ഞാൽ അത്രയും ഭാഗം ഉളപ്പും. അപ്പം നമ്മുടെ വീഡിയോയും ഉടനീളം ആദ്യം നമുക്ക് വീഡിയോ എഡിറ്റ് ചെയ്യാനും ബാക്ക്ഗ്രൗണ്ട് മാറ്റാനും പഠിക്കാം. അതിനായി നമ്മൾ അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മനസ്സിലായില്ലേ? ഇനിയിപ്പം നമുക്ക് ചെയ്യാനുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഇൻഷോട്ട് എന്ന് കിടക്കുന്ന വാട്ടർമാർക്ക് കളയുക. കാരണം വാട്ടർമാർക്ക് മറ്റൊരു ആപ്പിൻ്റെ വാട്ടർമാർക്ക് യൂട്യൂബിൽ പാടില്ല. പലരും ഈ വാട്ടർമാർക്ക് അതുപോലെ തന്നെ ഉപയോഗിക്കുന്നുണ്ട്. അങ്ങനെ ചെയ്യാൻ പാടില്ല. നമ്മൾ ഏതൊരു ആപ്പ് എടുത്ത് ഉപയോഗിച്ചാലും അതിൻ്റെ വാട്ടർമാർക്ക് ഒഴിവാക്കണം. അപ്പോൾ ആ വാട്ടർമാർക്ക് ഒഴിവാക്കുന്ന നമ്മൾ ഒന്നിൽ പേയ്മെൻറ്റ് കൊടുത്ത് എടുത്തതാണെങ്കിൽ ഇൻഷോട്ട് പേയ്മെൻറ്റ് ചെയ്തതാണെങ്കിൽ കുഴപ്പമില്ല, നമുക്ക് ഈസിയായിട്ട് മാറ്റാൻ പറ്റും. ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ആ ഇൻഷോട്ട് എന്നുള്ള ഓപ്ഷൻ തൊട്ട് കഴിഞ്ഞാൽ നമുക്ക് ഫ്രീ റിമൂവ് അവിടെ ഒരു ഓപ്ഷൻ കാണാം. നമ്മൾ ആ ഒരു ഫ്രീ റിമൂവിൽ തൊട്ട് കഴിഞ്ഞാൽ നമുക്കൊരു ആഡ് ആയിരിക്കും വരുന്നത്. ആഡ് നമ്മൾ കാണേണ്ടതായിട്ടുണ്ട്. കാരണം നമ്മൾ ഫ്രീ ആയിട്ട് ചെയ്യുന്നതുകൊണ്ട് അവരുടെ ആഡ് നമ്മൾ കാണേണ്ടതായിട്ടുണ്ട്. അത് കണ്ടു കഴിയുമ്പോൾ ചിലപ്പോൾ ആഡ് പോലും വരില്ല. ഓക്കെ, ഇപ്പം നമുക്കവിടെ നമ്മുടെ വാട്ടർമാർക്ക് പോയിട്ടുണ്ട് നമ്മുടെ ഇൻഷോട്ടിൻ്റെ. ഓക്കെ, അപ്പം നമുക്ക് പിക്ചർ അതായത് ബാക്ക്ഗ്രൗണ്ട് ആഡ് ചെയ്യാനും അതിലൊരു വീഡിയോ ആഡ് ചെയ്യാനും നമ്മൾ പഠിച്ചു. ഓക്കെ, അപ്പം അടുത്ത സൗണ്ട് മറ്റ് കാര്യങ്ങൾ എഫക്റ്റ് മറ്റ് കാര്യങ്ങൾ അടുത്ത വീഡിയോയിൽ ഉൾക്കൊള്ളിക്കുന്നതായിരിക്കും. നമ്മളെല്ലാം കൂടെ ചെയ്യാൻ പറ്റില്ല, കാരണം ഒത്തിരി ലോങ് വീഡിയോ ആയിപ്പം. അതുകൊണ്ട് അടുത്ത വീഡിയോ എല്ലാവരും കാണും, സെക്കൻഡ് പാർട്ട് എല്ലാവരും കാണുക. അപ്പം എല്ലാവർക്കും ബൈ.